ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങൾ ക്യാമ്പിലായതോടെ അവിടെ ബാക്കിയായി അവശേഷിക്കുന്ന വീടുകളിൽ ഒറ്റപ്പെട്ടുപോയ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥയാണ്. നേരത്തെ ആദ്യം ശ്രീകാന്ത് പോകുമ്പോൾ ആദ്യം ചൂണ്ടിക്കാണിച്ചാണത്. ചൂരൽമല അംബേദ്കർ കോളനി നിവാസിയായ ഗോപാലനും കുടുംബവും മേപ്പാടി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുമ്പോഴും മനസ്സ് വീട്ടുപരിസരത്തുള്ള വളർത്തുനായ്ക്കൾക്കൊപ്പവുമാണ്. ചൂരൽമല അംബേദ്കർ കോളനിയിലാണ് ഗോപാലൻ ചേട്ടന്റെ വീട്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം. മക്കളോടെന്ന പോലെ തന്നെ സ്നേഹമാണ് ഗോപാലൻ ചേട്ടനും ഭാര്യയ്ക്കും വളർത്തു നായ്ക്കളോട്. അവരാ നമ്മൾ നോക്കുക. എത്ര നട്ടപ്പാതിരൊക്കെ നമ്മളെവിടെ പോയാലും എന്തുണ്ടെങ്കിലും അറിയിക്കും ചെയ്യും. അത്ര പൊന്നുപോലെ നോക്കണ നായ്ക്കളാണ്. നമ്മളെ കൂടെ ഉണ്ടാവും. പെണ്ണുങ്ങളൊക്കെ രാവിലെ പണിക്ക് പോകുമ്പോഴത്തേനും അവരുടെ ഒപ്പം പോകും. എൻ്റെ ഒപ്പം മേപ്പാടി വന്നിക്കണം. എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും അറിയാം. നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി കയറും. ഗോപാലൻ ചേട്ടന്റെ വീടിന് തൊട്ടു താഴെയുള്ള പ്രദേശങ്ങളൊക്കെ ഉരുളെടുത്തു. ഇപ്പോൾ മേപ്പാടി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കുടുംബം. വീട്ടിൽ 6 വളർത്തുനായ്ക്കളുണ്ട്. ചൂരൽമല മേഖലയാകെ ഒറ്റപ്പെട്ടു പോയ സാഹചര്യമാണ്. 5 ദിവസമായി നായ്ക്കൾ പട്ടിണിയിലാണ്. കുടുംബം ആകെ സങ്കടത്തിലും. ഇത് പൊട്ടിയ പാടും ഞങ്ങൾ ഇത് കോളനി കുലുങ്ങി. അപ്പോഴത്തേന് തന്നെ ഞങ്ങൾ മോളെ വീട്ടിൽ രാത്രി തന്നെ മോളത്തെ വീട്ടിൽ അംഗൻവാടിൻ്റെ അടുത്തേക്ക് ഞങ്ങളെല്ലാവരും വന്ന്. പിറ്റേന്ന് ആംബുലൻസ് വന്ന് ITTPക്കാരെല്ലാവരും വേഗം പെട്ടെന്ന് മാറിക്കോളം പറഞ്ഞ് നായ്ക്കുട്ടികളെ കൂട്ടാൻ പറ്റില്ല. അമ്മു അപ്പു എന്നാൽ നായ്ക്കുട്ടികളുണ്ട്. ഭക്ഷണമൊന്നുമില്ല, ആരും കൊടുക്കില്ല. പിന്നെ അവിടെ ആരുമില്ല, കൊടുക്കാൻ ആരുമില്ല. നായ്ക്കളുടെ കൂട്ടത്തിൽ അമ്മു പ്രസവിച്ച 5 കുഞ്ഞുങ്ങൾ വേറെയുമുണ്ട്. എല്ലാ വളർത്തുനായ്ക്കളും വീട്ടിൽ തന്നെ ഉണ്ടാകും. പുറത്തുപോയി ആഹാരം തേടുന്ന ശീലം അവറ്റകൾക്കില്ല. ഇത്തിരി ഭക്ഷണം ആരെങ്കിലും ജനൽ വഴി വീട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ മതിയായിരുന്നു. ഈ നായ്ക്കുട്ടികൾ പുറത്തു പോകില്ല. വീട്ടിൽ തന്നെ അവിടെ ചുറ്റുമ്പാത്ത് തന്നെ കറങ്ങണ നായ്ക്കുട്ടികളാണ്. പിന്നെ ഒരു അമ്മ എന്ന് പറഞ്ഞ നായ്ക്കുട്ടി പ്രസവിച്ച് കിടക്കുക താഴെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ അത് ചത്തുപോകുമെന്നുള്ളൊരു പേടി. അപ്പോൾ ഭക്ഷണം കിട്ടാതെ ജനൽ കൂടെ ഇട്ടാൽ മതി. ഒരു ഗോപാലൻ ചേട്ടന്റെ മാത്രം സങ്കടമല്ലിത്. ക്യാമ്പുകളിൽ കഴിയുന്ന പലർക്കും സമാന വിഷമം പറയാനുണ്ട്. അപ്പോഴും സങ്കടം പറയാൻ ഉറ്റവരെ ബാക്കി വെക്കാതെ, തണൽ പോലും അവശേഷിപ്പിക്കാതെ ഉരുൾ ഉഴുതുമറിച്ച മുണ്ടക്കൈയിലും ചൂരൽമലയിലും അനാഥരായി അലയുന്ന വളർത്തുമൃഗങ്ങൾ ദുരന്തഭൂമിയിലെ നൊമ്പര കാഴ്ച. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്.